എല്ലാ വർഷവും മെയ് 7-ാം തീയതി ചന്ദനപ്പള്ളി വിശുദ്ധ ഗീവർഗീസ് സഹോദായുടെ സാന്നിധ്യത്തിൽ തന്നെ ഉണ്ടാകുന്ന രാത്രി റാസയ്ക്ക് ഞങ്ങളുടെ പൂർവികർ, ഞങ്ങൾക്കറിയത്തില്ല ആരാണ് ഇത് തുടങ്ങി വെച്ചതെന്ന് പോലും അറിയില്ല, അത്രയ്ക്ക് പഴമയുള്ള 100 വർഷങ്ങൾക്ക് മേളിൽ പഴക്കമുള്ള ആചാരമാണിത്. അന്ന് മുതൽ ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് കത്തിച്ചു തന്ന ഈ ചൂട്ടുകറ്റ ഞങ്ങളുടെ തലമുറകൾക്ക് കൊടുത്ത് ഈ കൊച്ചു തലമുറകളെ വരെ ഇത് ഈ ആചാരത്തിൻ്റെ ഭാഗമാക്കുന്നുണ്ട്. ഞങ്ങൾ ഇല്ലാത്ത കാലത്തും ഞങ്ങളുടെ അടുത്ത തലമുറയും ഈ ആചാരം, ചന്ദനപ്പള്ളി പുണ്യാളൻ ഉള്ള കാലത്തോളം ഈ ആചാരവും നിലനിൽക്കും. അച്ചായ, പുണ്യാളച്ചന്റെ റാസ വരുമ്പോ വെളിച്ചം കൊടുക്കാൻ നല്ല ഓലകൾ വേണം. എടുത്തോ മക്കളെ, ഏറ്റവും നല്ല ഓലകൾ തന്നെ. ഇതെല്ലാം പുണ്യാളച്ചന്റെ അനുഗ്രഹം തന്നെയല്ലേ? അമ്മേ, ഇപ്പൊ എല്ലായിടത്തും ലൈറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നമുക്ക് ഈ ചൂട്ട് വെളിച്ചം? മക്കളെ, അതൊരു പഴയ കഥയാണ്. വരൂ, ഇവിടെ ഇരിക്കൂ, ഞാൻ പറഞ്ഞുതരാം. പണ്ടൊരിക്കൽ നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത് പെരുന്നാൾ റാസ നാടിന്റെ 4 അതിർത്തികളും ബന്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം റാസ വളരെ ഭംഗിയായി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ആകാശം കറുത്തു. വലിയ മഴ പെയ്യാൻ തുടങ്ങി. തീവട്ടിയും പന്തങ്ങളും മെഴുകുതിരികളും ഒന്നൊന്നായി അണഞ്ഞു. എങ്ങും ഇരുട്ട് മാത്രം. റാസ മുന്നോട്ട് പോകാൻ പോലും കഴിയാതെ നിന്നു. അപ്പോ ആ നാട്ടിലെ ആളുകൾ മതഭേദമില്ലാതെ എല്ലാരും ചേർന്ന് ഓരോ വീട്ടിൽ നിന്നും ചൂട്ടുകൾ കത്തിച്ച് റാസ വരും വഴിയുടെ ഇരുവശത്തും നിന്നു. ആ ചൂട്ട് വെളിച്ചത്തിൽ ഇരുട്ട് മാറി. റാസ വീണ്ടും പതിയെ മുന്നോട്ട് നീങ്ങി. അന്ന് ഒരു നാട് മുഴുവൻ ചേർന്ന് പള്ളി അപ്പൂപ്പനെ വെളിച്ചം പകർന്ന് സ്വീകരിച്ചു. അതൊരു ഓർമ്മയായി, പിന്നീട് ഒരു ആചാരമായി, ഇന്ന് തലമുറകളിലൂടെ തുടരുന്ന വിശ്വാസമായി മാറി. മക്കളെ, നമ്മൾ ചൂട്ട് കത്തിക്കുന്നത് വെളിച്ചം കൊടുക്കാൻ മാത്രമല്ല, നമ്മുടെ സ്നേഹവും വിശ്വാസവും കാണിക്കാനാണ്. എന്റെ പുണ്യാളച്ചാന്ന് വിളിച്ച അവൻ നമ്മളെ കേൾക്കും, നമ്മളെ കാത്തു സൂക്ഷിക്കും. എങ്കിൽ എനിക്കും വേണം ഒരു വലിയ ചൂട്ട്. എനിക്കും. ഒരു നാട്, ഒരു വിശ്വാസം ചൂട്ട് വെളിച്ചമായി ഇന്നും തെളിഞ്ഞിരിക്കുന്നു.